അപ്പോൾ നമ്മൾ നുക്ത ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിലൂടെ നമ്മൾ നുക്ത ഇട്ട് പഠിക്കാം. എങ്ങനെ വെച്ചാൽ നമ്മുടെ കലമിൻ്റെ ഈ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ ഈ ലൈനിൽ മുട്ടിച്ച് ഇതാ 45 ഡിഗ്രി ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ടോപ്പ് ഭാഗം നമ്മൾ ഈ ലൈനിൽ മുട്ടിച്ചിട്ട് ഇനി ഇതിൻ്റെ ഷോർട്ട് ഭാഗം ഉണ്ടല്ലോ കലമിൻ്റെ, അത് ഈ ലൈനിൽ എത്തുന്ന സമയം നിർത്താം. കണ്ടോ, ഒന്നും കൂടെ ഇതാ ഇതുപോലെ ഒരു സ്ക്വയർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇതാ അപ്പോൾ ലൈനിട്ട് പഠിക്കേണ്ടവർ അങ്ങനെ പഠിക്കുക, അല്ലാതെ ലൈൻ ഇടാതെയാണ് നല്ലത്. കാരണം നമ്മൾ ഓരോ ലെറ്ററും എഴുതുമ്പോൾ അങ്ങനെ ലൈനിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നുക്ത നമ്മൾ ലൈൻ ഇടാതെ പഠിക്കാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈൻ ഇട്ടാണ്ട് നുക്ത ഇടാം. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെയൊന്ന് വരച്ചാണ്ട് ഞാൻ കാണിച്ചു തരാം. ലൈൻ ഇട്ടിട്ട് കേട്ടോ, ഇതുപോലെ നമ്മളിതാ ഈ കലമിൻ്റെ ഈ ഭാഗം ഷോർട്ട് ഭാഗം നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്ത് ഈ ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഈ ടോളർ പാർട്ട് അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ നിർത്തുക. പിങ്ക് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്യണം. കണ്ടോ, ഇതുപോലെ ഇട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നുക്ത ആദ്യം ലൈൻ ഇട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ലൈൻ ഇടാതെയും നേരെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പം നുക്ത പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്കിനി അടുത്ത ലെറ്റേഴ്സിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അലിഫിലേക്ക് കിടക്കുകയാണ് ഇൻഷാ അല്ലാഹ്.